നമസ്കാരം. സ്കൂട്ടറിന്റെ ഹാൻഡിലിൽ ബസ് തട്ടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. കരമന കളിയിക്കാവിള ദേശീയപാതയിൽ പാപ്പനംകോടിന് സമീപം തുലവിളയിലായിരുന്നു സംഭവമുണ്ടായത്. ഇന്നലെയായിരുന്നു വാഹനാപകടം. കരമന തളിയൽ SMRV ലൈൻ ദേവി കൃപയിൽ വിജിയാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന കൂട്ടുകാരി രാജിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. നെയ്യാറ്റിൻകര ഭാഗത്തു നിന്നും തമ്പാനൂർ ഭാഗത്തേക്ക് വന്ന ബസ് തട്ടിയാണ് അതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ മറിഞ്ഞത്. സ്കൂട്ടറിന് പിറകിലിരുന്ന ബിജി മറിഞ്ഞ ബസിന്റെ പിന്നിലെ ചക്രങ്ങൾക്കടിയിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം നേരത്തെ തന്നെ സംഭവിച്ചിരുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ. നേമം പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. അതേസമയം കർണാടകയിലെ ഹസനിൽ ബുള്ളറ്റ് ബൈക്ക് അപകടത്തിൽപ്പെട്ട് 23-കാരിക്ക് ദാരുണാന്ത്യം. റോഡിലെ ഹമ്പ് കാണാതെ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഹെൽമറ്റ് ധരിക്കാത്തതിനാൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതാണ് മരണകാരണം. യുവതിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും അപകടത്തിൽ ഗുരുതരമായി തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവർ 2 പേരും ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഹസൻ നഗരത്തിന് പുറത്തുള്ള വ്യാവസായിക മേഖലയിൽ ഞായറാഴ്ച രാത്രിയിലായിരുന്നു അപകടമുണ്ടായത്. ബൈക്കിൽ നിന്ന് വീണ് ഒരു യുവതി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിക്ക് ഗുരുതരമായി തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. സത്യമംഗല ലേഔട്ട് സ്വദേശിനിയായ പ്രിയയാണ് മരിച്ചത്. പരിക്കേറ്റ സ്വാതിയെ ചികിത്സയ്ക്കായി ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം നാട്ടുകാരെല്ലാം തന്നെ ഇവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ അതിനു മുമ്പേ തന്നെ സ്വാതിക്ക് മരണം സംഭവിച്ചിരുന്നു. ഗുരുതരമായി തലയ്ക്കാണ് സ്വാതിക്ക് പരിക്ക് പറ്റിയത്. ഹെൽമറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്ക് സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അപകടമുണ്ടായത്. നൈറ്റ് റൈഡ് എന്ന് പറഞ്ഞാണ് 2 പേരും പുറത്തേക്ക് ഇറങ്ങിയതെന്ന് കൂട്ടുകാരും പറയുന്നുണ്ട്. ഹസൻ നഗരത്തിന് പുറത്തുള്ള വ്യാവസായിക മേഖലയിലായിരുന്നു സംഭവമുണ്ടായത്. അതേസമയം മുണ്ടേരി കാഞ്ഞിരോട് പുറവൂരിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. തണ്ടപ്പുറം അംഗൻവാടി അധ്യാപിക കൂടാളി കാവുംതാഴ സായുജ്യത്തിൽ അനിതയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ അംഗൻവാടിയിലേക്ക് പോകാൻ ബസ് കയറുന്നതിന് റോഡ് കുറുകെ കടക്കുന്നതിനിടെ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അംഗൻവാടി വർക്കേഴ്സ് കോൺഗ്രസ് മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. രാവിലെ ജോലിക്ക് പോകാനായി വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു അനിത. 62 വയസ്സായിരുന്നു. ഇത്തരത്തിൽ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിലാണ് പെട്ടെന്ന് ബൈക്ക് വന്നത്. ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചിട്ട് കടന്നു പോവുകയായിരുന്നു. അതേസമയം ഓടിക്കൂടിയവർ പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്ക് പറ്റിയിരുന്നു. സംഭവത്തിന് ശേഷം അനിത മരണത്തിന് കീഴടങ്ങി.